ചാലക്കുടി താലൂക്ക് ഓഫീസിൽ തഹസിൽദാരുടെ മുൻപിൽ വെച്ച ഓഫീസിലെ തന്നെ രണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർമാർ തമ്മിൽ കയ്യാങ്കളി. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡെപ്യൂട്ടി തഹസിൽദാർ CV സുരേഷ് കുമാറിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഞായറാഴ്ച ചാലക്കുടി റെസ്റ്റ് ഹൌസിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കൊണ്ടുവന്ന പാത്രങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചതെന്ന് പറയുന്നു. തഹസിൽദാർ PK ജേക്കബിനെ മറ്റൊരു ഡെപ്യൂട്ടി തഹസിൽദാർ രഞ്ജിത്ത് പരസ്യമായി തെറിവിളിക്കുകയും പിടിച്ചു തള്ളുന്നതും കണ്ടുകൊണ്ട് ഓഫീസിലേക്ക് ചെന്ന ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ പ്രശ്നത്തിൽ ഇടപെടുകയും രഞ്ജിത്തിനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ സുരേഷ് കുമാറിന്റെ കഴുത്തിലും മറ്റും ശക്തമായി രഞ്ജിത്ത് മർദ്ദിക്കുകയായിരുന്നു. ഇടിയെ തുടർന്ന് തലകറങ്ങി വീഴാൻ പോയ സുരേഷ് കുമാറിനെ തഹസിൽദാർ അടക്കമുള്ള സഹപ്രവർത്തകർ രഞ്ജിത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന സുരേഷ് കുമാറിന് കഴുത്തിലേറ്റ മർദ്ദനത്തെ തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സ്കാനിംഗും മറ്റും നടത്തിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. സുരേഷ് കുമാറിനെ മർദ്ദിച്ച രഞ്ജിത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വളരെ വലിയ ഒരു സർവീസ് സംഘടന എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള ഇതേപോലത്തുള്ള ആക്രമണങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധ പരിപാടികളും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ ഇന്നത്തെ ഈ നിലയിലേക്ക് ഒരു വലിയ വടവൃക്ഷമായി തന്നെ സർവീസ് മേഖലയിൽ നിലകൊള്ളുന്നു. ഈ ഓഫീസിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഓഫീസിൽ ഉണ്ടായതായി നമുക്ക് പലതരത്തിൽ നമ്മൾ അതിൻ്റെ മേലധികാരികളെ അറിയിക്കുകയും അതിനുള്ള നടപടികൾ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കയ്യാങ്കളിയും അതുപോലെ സ്വന്തം സഹപ്രവർത്തകനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് ആ ഉദ്യോഗസ്ഥൻ മാറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പൊതുജനങ്ങൾക്ക് സേവനം നൽകാൻ സാധിക്കും എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കുകയും സ്വന്തം സഹപ്രവർത്തകരെ കൂട്ടത്തിൽ കൂട്ടി നിർത്തിക്കൊണ്ട് ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി മൂലം ഈ ഓഫീസിലെ തന്നെ എല്ലാ ജീവനക്കാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ജോയിന്റ് കൗൺസിലിന്റെ ആശയപരമായി നേരിടുന്നതിന് പകരം കൈയൂക്ക് കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജോയിന്റ് കൗൺസിലിന്റെ രൂപീകരണത്തിന് മുമ്പും അതിനുശേഷവും നടന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോൾ സിവിൽ സർവീസിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന രീതിയിലേക്ക് ജോയിന്റ് കൗൺസിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ്. അടിച്ചൊതുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നും നമ്മുടെ ജോയിന്റ് കൗൺസിലിന് പിന്നോട്ടടിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ് ഇന്ന് ഏറ്റവും വലിയ സർവീസ് സംഘടനയായിട്ട് ജോയിന്റ് കൗൺസിൽ നിലകൊള്ളുന്നത്. നമുക്കറിയാം, 1974 ഒക്ടോബർ മാസം 12-ാം തീയതി ഒരു സമരം പ്രഖ്യാപിക്കുകയും C. അച്യുതമേനോൻ എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കേരളം ഭരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അന്നൊരു സമരം പ്രഖ്യാപിക്കുകയും ഈ ജനം തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കില്ല, ഒരു ദിവസം പോലും ലാത്തി ചാർജും വെടിവെപ്പുമില്ലാതെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുജന വർഗ സംഘടനകളുടെ സമരത്തോടൊപ്പം തന്നെ അന്ന് സിവിൽ സർവീസിലും ഒരു സമരമുണ്ടായി. വളരെ അപ്രസക്തങ്ങളായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് ആ സമരം നടത്തിയത്. 54 ദിവസം നീണ്ടുനിന്ന സമരം. ആ സമരത്തിലാണ് ചേർത്തലയിലെ നമ്മുടെ സഖാവ് ശിവരാമനെ ഈ അക്രമികൾ കുത്തിക്കൊന്നുകൊണ്ട് ജോയിന്റ് കൗൺസിലിന്റെ ഒരു രക്തസാക്ഷിയായി ആ ശിവരാമൻ മാറുന്നത് അങ്ങനെയാണ്. അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിലിന്റെ പ്രവർത്തനം എക്കാലത്തും മുന്നോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇത്തരം ഓലപ്പാമ്പുകളിൽ നിന്നും കണ്ട് പേടിക്കുന്ന ഒരു സംഘടനയല്ല ജോയിന്റ് കൗൺസിൽ. ജോയിന്റ് കൗൺസിലിന് നിരവധിയായ ഇതുപോലത്തുള്ള